ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് രാജ്യം ഇന്ന് സദ്ഭരണ ദിനം ആചരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മധ്യപ്രദേശിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശവുമായി ഇന്ന് ക്രിസ്തുമസ്. ആശംസകൾ നേർന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും കുർബാനയും. 5 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരള ഗവർണറാകും. ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക്. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിലുണ്ടായ വാഹനാപകടത്തിൽ 5 സൈനികർക്ക് വീരമൃത്യു. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മധ്യപ്രദേശ് സന്ദർശിക്കും. ഖജരാവോയിൽ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. അടൽ ബിഹാരി വാജ്പേയിയുടെ 100ാം ജന്മവാർഷിക സ്മാരക സ്റ്റാമ്പും നാണയവും ശ്രീ മോദി പുറത്തിറക്കും. ഇന്ന് സദ്ഭരണ ദിനം. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ദിനാചരണം. 1924 ഡിസംബർ 25-ന് ഗോളിയോറിൽ ജനിച്ച വാജ്പേയി രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി വാഗ്മി, എഴുത്തുകാരൻ, സാമൂഹിക പ്രവർത്തകൻ, പത്രപ്രവർത്തകൻ എന്നീ നിലകളിലും പ്രശസ്തനായിരുന്നു. വാജ്പേയിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യ 1998-ൽ പൊക്രാൻ സെക്കൻഡ് ആണവ പരീക്ഷണം വിജയകരമായി നടത്തി ആണവ രാഷ്ട്രപദവി ഉറപ്പിച്ചത്. 2015-ൽ ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകി രാജ്യം വാജ്പേയിയെ ആദരിച്ചു. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന നിലയിൽ ജനതയെ ഇന്നും പ്രചോദിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വാജ്പേയിയുടെ 100ാം ജന്മവാർഷികത്തിൽ അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നിറവേറ്റുന്നതിനും പ്രയത്നിക്കണമെന്ന് ശ്രീ മോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശവുമായി ഇന്ന് ക്രിസ്തുമസ്. യേശുവിന്റെ ജന്മസ്ഥലമായ ബത്ലഹേമിൽ ഗസയിലെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് നിറം മങ്ങി. അതേസമയം ക്രിസ്തുമസ് കുർബാനയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിലെ വിശുദ്ധ കവാടം തുറന്നതോടെ കത്തോലിക്ക സഭയുടെ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. 25 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ചടങ്ങാണിത്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ ക്രിസ്തുമസ് ആശംസകൾ നേർന്നു. യേശുക്രിസ്തു മുന്നോട്ട് വച്ച സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം ജീവിതത്തിൽ ഉൾക്കൊള്ളണമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. പ്രത്യാശയുടെയും അനുകമ്പയുടെയും ഐക്യദാർഢ്യത്തിന്റെയും സാർവത്രിക സന്ദേശമാണ് ക്രിസ്തുമസ് നൽകുന്നതെന്ന് ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഐക്യം ഉയർത്തിപ്പിടിക്കാനും സമൂഹത്തിലെ വെല്ലുവിളികളെ കൂട്ടായി നേരിടാനും കഴിയണമെന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു. ക്രിസ്തുമസ് മുന്നോട്ട് വയ്ക്കുന്ന ശാന്തിയുടെയും സ്നേഹത്തിന്റെയും സന്ദേശം ഉയർത്തിപ്പിടിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശവുമായി ക്രിസ്മസ് സമാഗതമായിരിക്കുന്നു. മനുഷ്യസ്നേഹത്തിന്റെ പ്രതീകമായി വിളങ്ങുന്ന യേശുക്രിസ്തുവിന്റെ ജന്മദിനത്തിൽ ശാന്തിയുടെയും സ്നേഹത്തിന്റെയും സന്ദേശങ്ങൾ നമുക്ക് ഉയർത്തിപ്പിടിക്കാം. നാടിന്റെ ആകെ നന്മയ്ക്കും പുരോഗതിക്കുമായി വരും തലമുറയുടെ ഭാവിക്കായി ഒത്തൊരുമയോടെ മുന്നോട്ടു പോകുമെന്ന് ഉറപ്പിക്കാം. പ്രത്യാശയും സന്തോഷവും ഓരോരുത്തരുടെയും മനസ്സിൽ നിറയട്ടെ. ഏവർക്കും ഹൃദയപൂർവ്വം ക്രിസ്മസ് ആശംസകൾ നേരുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണി വാർത്തകളുടെ ക്രിസ്തുമസ് ആശംസകൾ. ക്രിസ്തുമസിനോടനുബന്ധിച്ച് കേരളത്തിലെ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും കുർബാനയും നടന്നു. കൊച്ചിയിൽ വിവിധ ദേവാലയങ്ങളിൽ നടന്ന തിരുപ്പിറവി ആഘോഷ ചടങ്ങുകളിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കൊച്ചി സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ നടന്ന ചടങ്ങിൽ ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കണ്ണൂർ ജില്ലയിലെ വിവിധ ക്രിസ്തീയ ദേവാലയങ്ങളിൽ അർദ്ധരാത്രിയോടെ ആരംഭിച്ച ആഘോഷ പരിപാടികൾ പുലർച്ചെ വരെ നീണ്ടു. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് ബിഷപ്പ് വർഗീസ് ചക്കാലയ്ക്കലും, താമരശ്ശേരി മേരിമാതാ കത്തീഡ്രലിൽ ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയലും കാർമ്മികത്വം വഹിച്ചു. തിരുവനന്തപുരത്ത് പട്ടം സെന്റ് മേരീസ് കത്തീഡ്രൽ, പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ, വെട്ടുകാട് മാദ്രെ ദേ ദേവൂസ് ദേവാലയം തുടങ്ങിയ ഇടങ്ങളിൽ ക്രിസ്തുമസ് പ്രാർത്ഥനകളിൽ നിരവധി പേർ പങ്കെടുത്തു. 5 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ബീഹാർ ഗവർണറായിരുന്ന രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരള ഗവർണറാകും. നേരത്തെ ഗോവ മന്ത്രിസഭയിലടക്കം അംഗമായിരുന്നു.
ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറാകും. കഴിഞ്ഞ സെപ്റ്റംബർ 5-ന് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ പദവിയിൽ 5 വർഷം പൂർത്തിയാക്കിയിരുന്നു. ഒഡീഷ, മിസോറാം, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിലും പുതിയ ഗവർണർമാരെ നിയമിച്ചിട്ടുണ്ട്. ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ ഇന്നലെയുണ്ടായ വാഹനാപകടത്തിൽ 5 സൈനികർക്ക് വീരമൃത്യു, 5 പേർക്ക് പരിക്കേറ്റു. സൈനികർ സഞ്ചരിച്ച വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് അപകടമുണ്ടായതെന്നാണ് റിപ്പോർട്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ഈ വർഷത്തെ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 14 സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും 7 വിഭാഗങ്ങളിലായി അതുല്യ നേട്ടങ്ങൾ കൈവരിച്ച 17 കുട്ടികളാണ് പുരസ്കാരത്തിന് അർഹരായിട്ടുള്ളത്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണ ദേവി തുടങ്ങിയവർ സംബന്ധിക്കും. ചടങ്ങിൽ സുപോഷിത് പഞ്ചായത്ത് പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഇന്നു മുതൽ 2 ദിവസത്തെ തെലങ്കാന സന്ദർശനം നടത്തും. തെലങ്കാനയിലെ ടുണിക്കിലുള്ള കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നടക്കുന്ന പ്രകൃതി ജൈവ കർഷക ഉച്ചകോടിയിൽ അദ്ദേഹം മുഖ്യ അധ്യക്ഷനാകും. പുതുതായി സ്ഥാപിതമായ 10,000-ലധികം വിവിധ ഉദ്ദേശ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ, ഡയറീസ്, ഫിഷറീസ് സഹകരണ സംഘങ്ങൾ എന്നിവ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ രാജ്യത്തിന് സമർപ്പിക്കും. പുതുതായി രൂപീകരിച്ച സഹകരണ സംഘങ്ങൾക്കുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ, റുപേ കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ, മൈക്രോ ATMകൾ എന്നിവയും കേന്ദ്രമന്ത്രി വിതരണം ചെയ്യും. 67ാമത് ദേശീയ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഡൽഹിയിൽ നടന്ന വനിതകളുടെ സ്കീറ്റ് മത്സരത്തിൽ പഞ്ചാബിന്റെ ഗനേമത് സെഖോൺ തുടർച്ചയായ 2ാം ദേശീയ കിരീടം നേടി. ഫൈനലിൽ 60 ലക്ഷ്യങ്ങളിൽ 50 ഭേദിച്ചാണ് ഗനേമതിന്റെ സ്വർണ്ണ നേട്ടം. പുരുഷന്മാരുടെ സ്കീറ്റിൽ ഭാവ് തേഗ് സിംഗ് ഗിൽ 54 ഹിറ്റുകളോടെ തന്റെ ആദ്യ സീനിയർ ദേശീയ കിരീടം നേടി. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. ഇന്നലെ വഡോദരയിൽ നടന്ന മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ 115 റൺസിന്റെ ജയത്തോടെ ഇന്ത്യ 3 മത്സര പരമ്പര 2-0 സ്വന്തമാക്കുകയായിരുന്നു. പരമ്പരയിലെ അവസാന മത്സരം ഈ മാസം 27-ന് നടക്കും. വെള്ളിയാഴ്ച നടക്കുന്ന സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടറിൽ കേരളം ജമ്മുകാശ്മീരിനെ നേരിടും. ഇന്നലെ ഗ്രൂപ്പ് ബിയിലെ അവസാന മത്സരത്തിൽ കേരള തമിഴ്നാട് പോരാട്ടം 1-1 സമനിലയിൽ കലാശിച്ചു. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. തോൽവി അറിയാതെയുള്ള കേരളത്തിന്റെ മുന്നേറ്റം സന്തോഷ് ട്രോഫിയുടെ അവസാന 8ലേക്ക് എത്തിയിരിക്കുന്നു. ഫൈനൽ റൌണ്ടിൽ അവസാന മത്സരത്തിൽ തമിഴ്നാടിനോട് സമനില വഴങ്ങിയെങ്കിലും ഗ്രൂപ്പ് ബിയിൽ നിന്ന് 1ാം സ്ഥാനത്തോടുകൂടിയാണ് കേരളം ക്വാർട്ടർ ഉറപ്പാക്കിയത്. 5 കളികളിൽ നിന്ന് 4 ജയവും 1 സമനിലയുമായി 11 പോയിന്റ് നേടിയാണ് കേരളത്തിന്റെ കുതിപ്പ്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന നോക്കൌട്ട് പോരാട്ടത്തിൽ ജമ്മു കാശ്മീരാണ് കേരളത്തിന്റെ എതിരാളികൾ. നാളെ ആദ്യ ക്വാർട്ടറിൽ പശ്ചിമബംഗാൾ ഒഡീഷയെയും 2ാം മത്സരത്തിൽ മണിപ്പൂർ ഡൽഹിയെയും എതിരിടും. മേഘാലയയും സർവീസസും തമ്മിലുള്ള അവസാന ക്വാർട്ടർ വെള്ളിയാഴ്ച രാത്രി 7:30-നാണ്. ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കി വഹിച്ചുള്ള ഘോഷയാത്ര ഇന്ന് ഉച്ചയ്ക്ക് പമ്പയിലെത്തും. സന്നിധാനത്ത് വൈകിട്ട് തങ്ക അങ്കി ചാർത്തി ദീപാരാധന നടക്കും. നാളെയാണ് മണ്ഡലപൂജ. തിരക്ക് നിയന്ത്രിക്കാൻ ശബരിമലയിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണ്ഡലകാലം പൂർത്തിയാക്കി നാളെ രാത്രി അടയ്ക്കുന്ന ക്ഷേത്രനട മകരവിളക്ക് മഹോത്സവത്തിനായി ഈ മാസം 30-ന് തുറക്കും. അഫ്ഗാനിസ്ഥാനിൽ ജലാലാബാദിലെ ഇന്ത്യൻ കോൺസുലേറ്റിലെ ജീവനക്കാർക്ക് നേരെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ജലാലാബാദിലെ ഇന്ത്യൻ കോൺസുലേറ്റിലെ പ്രാദേശിക അഫ്ഗാൻ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനം അജ്ഞാതരായ ആയുധധാരികൾ ആക്രമിച്ചതായാണ് റിപ്പോർട്ട്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ 2ാം പട്ടിക പുറത്തിറക്കി. 26 പേരാണ് പട്ടികയിലുള്ളത്. ഷക്കൂർ ബസ്തി മണ്ഡലത്തിൽ സതീഷ് ലുത്ര, രജൌരി ഗാർഡനിൽ ധർമ്മപാൽ തുടങ്ങിയവർ 2ാം പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് രാജ്യം ഇന്ന് സദ്ഭരണ ദിനം ആചരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മധ്യപ്രദേശിൽ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശവുമായി ഇന്ന് ക്രിസ്തുമസ്. ആശംസകൾ നേർന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനയും കുർബാനയും. 5 സംസ്ഥാനങ്ങളിൽ പുതിയ ഗവർണർമാരെ നിയമിച്ച രാഷ്ട്രപതി. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരള ഗവർണറാകും. ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക്. ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിലുണ്ടായ വാഹനാപകടത്തിൽ 5 സൈനികർക്ക് വീരമൃത്യു. വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.